വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടും താങ്ങി മല കയറി വരുന്ന ഭക്തർ 18 പടിയും കയറി അയ്യനെ വണങ്ങി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് മുറുക്കുന്ന കെട്ടഴിക്കും. നെയ്ത്തേങ്ങയിലെ നെയ്യും തേങ്ങയും വേർതിരിക്കും. തുടർന്ന് അഭിഷേകത്തിനായി നെയ്യ് ഭഗവാന്റെ അടുത്തേക്കും തേങ്ങ തിരുമുറ്റത്തുള്ള ആഴിയിലേക്കും. എന്നാൽ ആഴിയിൽ നാളികേരം അർപ്പിക്കുന്നതിന്റെ അർത്ഥമറിയുന്നവർ വിരളം. എന്തിനാ ആഴിയിൽ എറിയുന്നതെന്നറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടെ. തേങ്ങ കൊണ്ടുവന്നിട്ട് ആഴിയിൽ ഇടൂലേ? അത് എന്തിനാണ് ഇടുന്നതെന്നുള്ളത് അറിയോ? അറിയില്ല. അത് ആഴിയിൽ ഇടുന്ന എന്തിനാണെന്നറിയാമോ? എന്തിനാ? ആഴിയിലെ നമ്മുടെ സ്വാമിയുടെ ആത്മാവ് എന്നൊക്കെയാണ് ഇതിൽ പറയണത്. ജീവാത്മാവും പരമാത്മാവും എന്നതാണ് നെയ്ത്തേങ്ങയുടെ സങ്കല്പം. നാളികേരം എന്ന സങ്കല്പം ജീവാത്മാവിനെന്നുള്ള സങ്കല്പവും പരമാത്മാവെന്നുള്ള സങ്കല്പത്തിൽ നെയ്യും, ആ രണ്ട് സങ്കല്പമാണ് നമ്മളിതിന് വേണ്ടി നമ്മൾ സങ്കല്പം വരുന്നത്. പരമാത്മാവെന്ന നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവാത്മാവെന്ന ആ നാളികേരമാണ്. ആ നാളികേരത്തെ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ അഗ്നിപൂജ കൂടെ നമ്മൾ ചെയ്യുന്നത്. അഗ്നിയിൽ നാളികേരം അർപ്പിച്ച് പരമാത്മാവാകുന്ന അഭിഷേകം ചെയ്ത നെയ്യ് സേവിക്കുന്നതോടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുമെന്നതാണ് സങ്കല്പം. ഓരോ ചടങ്ങുകൾക്ക് പിന്നിലും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ആചാരങ്ങൾ. സന്നിധാനത്ത് നിന്നും പ്രേം ശശിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.